കാലിക്കറ്റ് മേള പാർട്ട് 2 അതിന് കയറി വന്ന പാടന്നെ താജ്മഹൽ പോലെ ഒരു ബോളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നമുക്ക് വ്യൂ ആയിട്ട്. പിന്നെ ഒരുപാട് മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്ന ബ്രിഡ്ജ് ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡ് ആണ്, അതുവഴി നമ്മൾ താഴത്തോട്ട് ഇറങ്ങണം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് അവിടെ പോട്രി മേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഐ തിങ്ക് നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് വൺസ് എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഹോം, ബ്രിഡ്ജ്, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് ഏരിയ കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ ഇത് തിരിക്കാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. കുറേ ശ്രമിച്ച് ലാസ്റ്റ് ആക്ക് മതിയായി ആളുടെ വെച്ച് പോയി. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യഗൗരവത്തിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ജയിലിൽ കയറാൻ സാധിച്ചാലോ എന്നവരും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഞാനും കയറി ജയിലിൽ. ഗൈസ്, ജില്ലാ ജയിലിലാണ് നമ്മൾ കയറിയത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ളതിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ പാത്രം ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് അതാവുന്നില്ല. ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് ഫോക്കസ് ആവുന്നില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും അർജൻറ്റ് കാര്യം ഉണ്ടാകുമ്പോൾ ഫോക്കസ് ആവില്ല. അങ്ങനെ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കുട്ടികളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ മറക്കണ്ട, ഇത് വെറും 13-ാം തീയതി വരെ ഉള്ളൂ ഗൈസ്. എന്തായാലും നിങ്ങൾ പോകണം. അതുപോലെ തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തം നമുക്കിവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയനാട് ചുരൽമലയിലുണ്ടായ ദുരന്തം, അതൊക്കെ ഇവിടെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വന്നാൽ കാണാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷൻ ഏരിയ കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് പ്ലേ ചെയ്യാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഏക്കർ നടന്ന് എക്സിറ്റാന്ന് വിചാരിച്ച് വലിയ ഗൗരവത്തിൽ പോയതായിരുന്നു ഗൈസ്. പക്ഷേ വീണ്ടും ദാ വരുന്ന അടുത്ത സ്റ്റാൾ ഗൈസ്. പക്ഷേ ഇത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് നിങ്ങൾക്ക് സ്റ്റാളാണ്, ഓപ്പൺ ആയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ബീച്ച് ലയൺസ് പാർക്കിലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോവാം, മറക്കണ്ട. 13th ഇത് എൻഡ് ചെയ്യും. പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്.